ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നാടൻ ബീഫ് ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. വലിയ ഉള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ ഉലുവ, പിന്നെ 1 ടീസ്പൂണ് ബീഫ് മസാല ചേർക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബീഫ് ഇട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, തക്കാളി, വലിയ ഉള്ളി എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ചൊരു കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കർ നന്നായി അടച്ച് വെച്ച് വേവിക്കുക. ഒരു 6 വിസിൽ അടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുക്കർ ഇവിടെ വിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തുറന്ന് നോക്കി, നല്ല അടിപൊളിയായി പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ബീഫൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തൂമ്പിച്ചെടുക്കാം. അതിനാവശ്യമായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചത്. അതിലേക്ക് ചെറിയ കുഞ്ഞുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കനം കുറച്ചിട്ടാണ് കേട്ടോ അരിയണത്. എന്നിട്ട് ഇത് നന്നായി മൂപ്പായി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തൂമിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്.